നിങ്ങൾ ബിഗിനർ ആണ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണ് ട്രേഡിംഗിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോഴും കറക്റ്റ് ആയിട്ട് സക്സസ് ആവാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു സ്ട്രഗിളിംഗ് പീരീഡ് ആണ്, ഒരു 4-5 years എന്തായാലും സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണൽ പാത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ട്രേഡിംഗിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് ട്രേഡിംഗിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോറക്സ്, ക്രിപ്റ്റോ, ഇന്ത്യൻ മാർക്കറ്റ്, INR ഏതിൽ വേണമെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്തോ. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ റിയലൈസ് ചെയ്യണം, ഈ മാർക്കറ്റ് നമുക്ക് മാത്രമുള്ളതല്ല. ഈ മാർക്കറ്റിൽ നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇതിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും നമ്മൾ ക്യാഷ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊലഞ്ഞു പോകുള്ളൂ. നമ്മൾ റിസ്ക് റിവാർഡ് അനുസരിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മ പോവാ, ബാക്കി മാർക്കറ്റ് ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കുക. ഇതല്ലാതെ ഒരുമിച്ച് വേണം, അല്ലാതെ നമുക്ക് തന്നെ വേണം എന്നുള്ള ആ ഗ്രീഡ് നിങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങളെ റിസ്ക് റിവാർഡ് നിങ്ങൾ എടുക്കുക, മാർക്കറ്റിൽ നിന്ന് മാറാം. അത് ലോസ് ആയാലും നിങ്ങൾ മാറാം, പ്രോഫിറ്റ് ആയാലും മാറാം.